വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. അർജുനെ കണ്ടായിരുന്നോ? കണ്ടമ്മേ, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടോ? നാളെ രാവിലെ ഭാനുവിനെയും ജയേഷിനെയും ACPയുടെ മുന്നിൽ ഹാജരാക്കണം. ഈശ്വര, അതെന്തിനാ? ഭാനുവിന് കോടതിയിലൊക്കെ കയറ്റിയ നാട്ടുകാരറിയില്ലേ? ഏയ് ഇല്ലമ്മേ, അവിടെ അവരെ രണ്ടുപേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അവർക്ക് തമ്മിൽ പരസ്പരം പറയാനുള്ളത് എന്താണെന്ന് ആദ്യം അറിയട്ടെ. ഇതിപ്പോ അറിയാനെന്തിരിക്കുന്നു? ഭാനുവിന് പറയാനുള്ളത് അവള് പറഞ്ഞു, ജയേഷിന് പറയാനുള്ളത് അവനും പറഞ്ഞില്ലേ? അതൊക്കെ ശരി തന്നെയമ്മേ, പക്ഷേ ACPക്ക് ബോധ്യമാവണ്ടേ? അമ്മ ഇങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന കേസല്ല ഇത്. അർജുൻ നമുക്ക് വേണ്ടി വളരെ സീക്രട്ടായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നീക്കങ്ങളെല്ലാം വളരെ രഹസ്യമായിട്ടായിരിക്കും. ഇപ്പൊ നമ്മളിത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭാനുവിന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവില്ല അമ്മേ. കുറെ കാശ് കയ്യിലുണ്ടായിട്ടൊന്നും കാര്യമില്ലമ്മേ, മനസ്സുഖം കിട്ടണ്ടേ? ACPയുടെ മുമ്പില് ജയേഷിനി എന്താ പറയുന്നത് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അവൻ ഒരിക്കലും കള്ളം പറയാൻ പറ്റില്ലമ്മേ, കുറ്റക്കാരൻ അവൻ തന്നെയാണല്ലോ. പിന്നെ ഇപ്പൊ ആ വീഡിയോ പുറത്തുവിട്ടത് ജയേഷ് ആവില്ല അമ്മേ. ഭാനുവിന് ഇതേ അഭിപ്രായം ഉള്ളത്, അതുകൊണ്ട് അതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. പിന്നെ ACP ഒരു ലേഡി ആയതുകൊണ്ട് അവരിത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യൂ. ഇനിയിപ്പോ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാന്ന് എന്റെ പേടി. നോക്ക്, ജയേഷിനെ ഇനി ശിക്ഷിച്ചാൽ ആ മോഹനം വെറുതെ ഇരിക്കത്തില്ല. അങ്ങനൊന്നും നമ്മളിപ്പോ ചിന്തിക്കണ്ട അമ്മേ. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ജയേഷിന്റെ ആവശ്യമാണല്ലോ. പെൺകുട്ടികളുടെ ജീവിതം വെച്ചാണോ കളിക്കുന്നത്? സൂര്യ എന്താ പറഞ്ഞേ? അമ്മേ, സൂര്യ നല്ല തിരക്കില്ല, അതിനിടയില അർജുനെ കാണാൻ വന്നത്. സൂര്യ പറയുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാ. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. എനിക്കിതിന്റെ വരുമരാഹികളെ കുറിച്ചൊന്നും അറിയില്ല, അതുകൊണ്ടാണ് എനിക്കൊരു പേടി. പേടിക്കാൻ പോയാ അമ്മ അതിനെ നേരം കാണൂ. ആദ്യമേ കേസിന്റെ വഴിയെ പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അർജുനെ നിങ്ങൾ കാണാൻ പോയ കാര്യവും ഭാനു പരാതി കൊടുത്ത കാര്യമൊന്നും ഞാൻ സേതുവിനോടോ മായോടോ പറഞ്ഞിട്ടില്ല. അത് സാരമില്ലമ്മേ, നാളെ ഞാൻ പോയിട്ട് വന്നതിന് ശേഷം സംസാരിച്ചോണം. വെറുതെ ഇനിയൊരു സംസാരം വേണ്ട. ഭാനു ഇതുവരെ മുറിക്ക് പുറത്തോട്ട് ഇറങ്ങിയില്ല, അതിൻ്റെ ഉള്ളിൽ ഒരേ ഇരിപ്പാ. അത് പിന്നെ വിഷമം കാണാതിരിക്കോ അമ്മേ? അതെ, നീ പോയി ഒന്ന് സംസാരിക്കേ. പിന്നീടാവട്ടെ അമ്മേ. ഞാനിപ്പോ പോയി സംസാരിക്കുന്നത് സേതുവേട്ടനോ മായച്ചിയെ കണ്ട പിന്നെ അതാവും അടുത്ത സംശയം. എങ്കിൽ പിന്നെ അങ്ങനെ മതി. നീ എന്താടാ ഈ പറയുന്നേ? ACPയുടെ മുന്നിൽ അവനെ ഹാജരാക്കാനോ? വ്യക്തമായിട്ട് അറിയില്ലമ്മേ. ഒരു അർജുൻ അവനെ വിളിച്ചത്. ആളൊരു ജഡ്ജാണെന്നാ പറഞ്ഞത്. അയാളിപ്പോ ഡൽഹിയിലെ വർക്ക് ചെയ്യുന്ന പറഞ്ഞ. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടമ്മേ. നീ ഇപ്പൊ എന്ത് തീരുമാനിച്ചു? അവനെ ഹാജരാക്കാൻ പോകുന്നു? ഹാജരാക്കാതിരിക്കാൻ പറ്റില്ലമ്മേ. ഹാജരായില്ലെങ്കിൽ ഇവിടെ വന്ന് അവനെ കൊണ്ടുപോകും. അമ്മയോടും രാജിയോടും ഒന്നും പറയണ്ടെന്ന് അവൻ പറഞ്ഞു. അമ്മയെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ടെൻഷനൊന്നും വേണ്ടെന്നും ഭാനുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയാനും ആണെന്ന് ആ അർജുൻ ജയേഷിനോട് പറഞ്ഞ. എനിക്കെന്തോ പന്തികേട് തോന്നുന്നു മോനെ. എനിക്കും അങ്ങനെ തോന്നിയതാണമ്മേ. പക്ഷേ അവൻ പറയുന്നത് അച്ഛൻ ധൈര്യമായിട്ടിരി, അവൻ പോയിട്ട് വരാമെന്ന്. എന്നാലും അവനെ നീ ഒറ്റയ്ക്ക് വിടണ്ട, നീ കൂടെ പോവണം. അത് വേണ്ടമേ, ഞാനും കൂടെ പോയാ രാജിക്ക് സംശയമാവും. അവള് നാളെ എവിടെയോ പോകുന്ന എന്നോട് പറഞ്ഞു. എന്നാലും അവനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണോടാ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ ഞാൻ അവന് കൊടുത്തിട്ടുണ്ടമ്മേ. സീനിയർ അഡ്വക്കേറ്റ് ആണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മതി, അല്ലെങ്കിൽ അവൻ ആകെ പതറിപ്പോവും.
അതെ അമ്മേ, ഈ പുറമേ കാണിക്കുന്ന ധൈര്യമേ ഉള്ളവന്. ആ, എന്താ നാളെ സംഭവിക്കാൻ നോക്കട്ടെ.